ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ക്വിസിനാണ്. അത് നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബ്രെഡും വെച്ചിട്ടും അതുപോലെ സമൂസ ഷീറ്റ് വെച്ചിട്ടുമാണ്. ഇത് ശരിക്കും ഉണ്ടാക്കൽ പിന്നെ ലസാനിയൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ്. നമ്മളടുത്ത് അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്തായാലും ടേസ്റ്റായിട്ട് തോന്നൽ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ തന്നെ 2 ഉള്ളി, അതുപോലെ ഒരു ക്യാപ്സിക്കം, 4 തക്കാളി, അതുപോലെ ചിക്കൻ ബോൺലെസ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് അരച്ചിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടും എടുക്കാം കേട്ടോ. ഈ ക്യാപ്സിക്കില്ലേ, നമുക്കതിൻ്റെ പകുതി മതി കേട്ടോ. ടൊമാറ്റോ എന്തായാലും ആ 4 വേണം. ഇത് കുറച്ച് ചെറിയ ടൊമാറ്റോ ആണ്, അതുകൊണ്ട് 4. ഇനി വലിയതാണെങ്കിൽ ഒരു 2 മതി. ഇനി നമ്മൾ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇടുന്നു. അത് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇടുന്നു. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കേണ്ടത്. ഇത് കണ്ട വൈറ്റ് കളർ വരുന്ന ആ വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. അതിന് ശേഷം ഉള്ളി ഇടുക. ഉള്ളിക്ക് ശേഷം നമ്മൾ ക്യാപ്സിക്കം പകുതി എടുത്തിട്ടുള്ളൂ, അതും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വാട്ടുക. പിന്നെ തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തത്, നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുത്തത് അതിലേക്ക് ഒഴിക്കുക. കുറച്ച് സമയം ഇളക്കുക. പിന്നെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാൽ മതി കേട്ടോ, കാരണം വെച്ചാൽ ഇതെല്ലാം വേവേണ്ടതല്ലേ. പിന്നെ അതുപോലെ അതിലേക്ക് പെപ്പർ പൗഡറും ഉപ്പും കൂടിയിട്ടാണ് ഇടുന്നത്. അങ്ങനെ നമ്മളെ മസാല ഇടുന്നാവട്ടെ. പിന്നെ അതിനുശേഷം നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ ഫസ്റ്റിന് നമുക്ക് എന്ത് വേണം, ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യിക്കുക. അതിനുശേഷം നമ്മളൊരു 2.5 സ്പൂണ് മൈദപ്പൊടി ഇടുക. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. ഇനി തീ വേണമെങ്കിൽ കുറച്ച് സമയം ഓഫാക്കിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഈ മൈദ ഒന്ന് അതിലേക്ക് മിക്സ് ആക്കുന്നത് വരെ തീ കുറച്ച് സമയം ഓഫാക്കി ഇടുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ചെറിയ തീയിൽ ഒന്ന് ഓണാക്കി വെക്കുക. ഇനി നല്ലോണം മിക്സ് ആക്കുക. കുറച്ച് തിക്കാവണം, ഒരു ക്രീമി ടൈപ്പ് ആവണം ഈ സോസ്. അതുപോലെ ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒരു 2 കപ്പ് പാലെടുത്തോട്ടെ. എനിക്ക് കുറച്ച് കുറവാകുന്നുണ്ട് എനിക്ക് ഇത് വൈറ്റ് സോസ്. പിന്നെ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, അതേപോലെ ഒറിഗാനോ, ഇത് രണ്ടും കൂടെ. പിന്നെ അതുപോലെ ഈ ക്രീമിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് സെറ്റായിട്ടാകുമ്പം അത് ഓഫാക്കി വെക്കുക. പിന്നെ നമുക്കൊരു ട്രേ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അരികു മുറിച്ച ബ്രെഡ് ഉണ്ടാവില്ലേ, അത് നിരത്തി വെച്ച് കൊടുക്കുക, കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ആദ്യം സോസ് തേച്ച് കൊടുക്കുക. ബ്രെഡ് എപ്പം വെക്കുന്നു അതിൻ്റെ അടിയിലും മുകളിലും സോസ് വരണം, വൈറ്റ് സോസ് വരണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ്റെ മസാലയില്ലേ, അത് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഈ ചീസാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ ഇതിൻ്റെ ഭംഗിയും, കാണാനുള്ള ഭംഗിയെല്ലാം ഈ ചീസിലാണ് കേട്ടോ. ഇനി നമ്മൾ എന്താക്കാം, ഞാൻ മറ്റേ സ്ലൈസ് ചീസ് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിന്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഇത് വൈറ്റ് സോസ് ഒഴിക്കുക. വീണ്ടും ബ്രെഡ് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് സോസ് തേച്ച് പിടിപ്പിക്കുക. പിന്നെ വീണ്ടും മസാല വെക്കുക. ഇനി ആ മസാലയുടെ മുകളിൽ വീണ്ടും എന്താക്കണം, നമ്മൾ വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ അതുപോലെ ചീസും ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ സ്ലൈസ് ചീസ് നേരത്തെ വെച്ചതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഈ ട്രേ എടുക്കുന്നുണ്ടല്ലോ, ഇത് ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓവനിൽ വെക്കാൻ വേണ്ടി നമ്മൾ പുഡിങ്ങിൻ്റെ ട്രേ അല്ലെങ്കിൽ ഇതേപോലത്തെ ട്രേ എല്ലാം പറ്റും കേട്ടോ. ഇതേപോലത്തെ ട്രേ എടുക്കുമ്പം സെറാമിക്കിൻ്റെ ട്രേ എടുക്കുമ്പോൾ അത് ഓവനിൽ വെക്കാൻ പറ്റുന്നതാണെന്ന് അറിഞ്ഞിട്ടും കൂടെ വെച്ചാൽ മതിയേ, ഇല്ലെങ്കിൽ ചൂട് കൊണ്ട് പൊട്ടിപ്പോവും കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് നമ്മളെന്ന് വിചാരിച്ചാൽ ഒരു പാത്രത്തിൽ നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. അപ്പം അങ്ങനെ അതേപോലെ തന്നെ സമൂസ ഷീറ്റ് 2 പീസായിട്ട് മുറിച്ചു, എന്നിട്ട് അതിൽ വെച്ച് കൊടുത്തു. പിന്നെ വൈറ്റ് സോസ് തേച്ച് കൊടുത്തു. പിന്നെ മസാല ഇട്ടു. പിന്നെ വീണ്ടും അതേപോലെ വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കുന്നു. പിന്നെ അതുപോലെ നമ്മൾ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇതും റെഡിയാക്കൽ. അതേപോലെ വൈറ്റ് സോസ് കുറച്ച് നല്ലോണം തിക്കായിട്ടുണ്ട്. കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി, അപ്പോൾ ഒന്ന് ലൂസായി കിട്ടും കേട്ടോ. ഇത് ശരിക്കും ഇങ്ങനെ സ്ലൈസ് ചീസ് വെക്കണമെന്നൊന്നുമില്ല, പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ വെച്ചതാണ്. അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതുപോലെ മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ക്യാപ്സിക്കവും പിന്നെ അതുപോലെ ടൊമാറ്റോ മുറിച്ചതെല്ലാം വെച്ചത്. അപ്പോൾ അങ്ങനെ നമ്മളെ ലസാനിയ സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓവനിലേക്ക് വെക്കേ വേണ്ടു. ഓവനിലേക്ക് എന്ന് വിചാരിച്ചാൽ ഒരു 10 മിനിറ്റ് 200 ഡിഗ്രിയിൽ കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യുന്നതാണേ.
ഇതാ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതാ സെറ്റായിട്ട് വന്നിട്ട് 10 മിനിറ്റ് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇത് ഫ്രൈ പാനിലും ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേങ്കിൽ വേറെ പാത്രത്തിൽ അടുപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അടിയിൽ വെള്ളം വെച്ചിട്ട് മുകളിൽ മറ്റേ റിങ് താഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. മുകളിൽ എന്തെങ്കിലും കവർ ചെയ്യണേ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതാ നമ്മളെ ലസാനിയ റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇത് മുറിക്കുമ്പം തന്നെ കണ്ട ആ ചീസിൻ്റെ ആ ഒരു വല വല പോലെയുള്ള സംഭവം അതാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി. അതേപോലെ കഴിക്കാനും നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണേ. ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് എന്താണെന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ ബൈ. അടുത്ത വീഡിയോയുമായി പിന്നീട് വരാം. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.